Hey guys, what's up? ക്രേസി ബോയ് ഗെയിമിംഗ് ഡൂഡിൻ്റെ മറ്റൊരു വീട്ടിലേക്കല്ല അത് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഗ്രാനൈറ്റുടെ ഡോർ എസ്കേപ്പ് ആയിട്ടാണ്. നമ്മളിന്ന് ഡോർ എസ്കേപ്പ് ചെയ്യുന്നതായിരിക്കും. റോഡ് ടു 100 സബ്സ്ക്രൈബേഴ്സ്, 100 ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പം നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നോർമലാണ് നമുക്ക് എപ്പോഴും നല്ലത്. എപ്പോഴും നമ്മൾ പറയുന്ന പോലെ തന്നെ ഗ്രാൻഡ് പാ. അങ്ങനെ ആരംഭിക്കുകയായി അധ്യായം 1 ഡേ 1. ആദ്യം തന്നെ ഓടിമേളോട്ട് വേണം, അല്ലെങ്കിൽ അപ്പൂപ്പൻ്റെ അടിയിൽ നിന്ന് അടിയിട്ട് ചാൻസ് വളരെ വളരെ. അപ്പൂപ്പൻ കണ്ടു, അപ്പൂപ്പൻ ഗില്ലാട് തന്നെ ഇറങ്ങിയപ്പോൾ തന്നെ നമ്മളെ പിടിക്കാനുള്ള കയ്യിലാണ് അപ്പൂപ്പൻ. അയ്യോ, കിട്ടി, ഗ്യാസ് ഓല കിട്ടി. അപ്പൂപ്പൻ മേളിലോട്ട് കയറി വരുന്നതായിരിക്കും. പിടിച്ച് എന്നാൽ ഇത്ര പെട്ടെന്ന് നമ്മളെ പിടിക്കുമെന്ന് പോലും നമ്മൾ വിചാരിച്ചിട്ടില്ല. എല്ലായിടത്തും നമ്മുടെ കൂട്ടാനൊക്കെ ഇരിക്കുന്നുണ്ട്. നമുക്ക് മേളിലായിട്ടാണ് ഇപ്പം കയറുന്നത്. പിടഞ്ഞ് നമുക്ക് മേള പൂപ്പനുണ്ടായിരിക്കണം. കുയിസ് നമുക്ക് സ്റ്റണ്ട് കണ്ണാണ് ആവശ്യം. ഹെലികോപ്റ്റർ മാനുവൽ നമുക്ക് ആവശ്യമില്ലാത്ത ചിന്തകൾ തരുന്നു. ഒന്നുമില്ലേ, നിറച്ചു പിടിക്കടാ. ഇന്നാണോ പിടിക്കാൻ പറ്റേ? നാളെ ആവട്ടെ, തിങ്കളാഴ്ച ആവട്ടെ, വെള്ളിയാഴ്ച ആവട്ടെ, വട്ടം വട്ടം നരങ്ങ ചുറ്റി ചുറ്റി നിന്നാട്ടെ. അപ്പൂപ്പൻ സ്പീഡിലോടി കഴിഞ്ഞ്. അപ്പൂപ്പൻ കില്ലാടിയാടി, ഞാൻ ചക്ക കില്ലാടിയാണ്. അപ്പൂപ്പൻ പോയി. അപ്പൂപ്പനെ നമ്മൾ ഏപ്രിൽ ഫുള്ളാക്കി. ഏപ്രിൽ 1 തീയതി അല്ലെങ്കിലും നമ്മൾ ഫുള്ളാക്കിയിരിക്കും. അപ്പൂപ്പൻ ജീവിക്കൂല ഗൈസ്. പാവ അപ്പൂപ്പൻ. നമുക്ക് കാശൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ അപ്പൂപ്പൻ്റെ ചെയ്ത് നന്നാക്കാം ഗൈസ്. അപ്പൂപ്പൻ്റെ ലീലാവിലാസങ്ങൾ, അപ്പൂപ്പൻ്റെ ഡാൻസ്. അപ്പൂപ്പൻ്റെ ഡാൻസ് കിട്ടിയേ. അപ്പൂപ്പൻ ഭയങ്കര പണ്ട് സ്റ്റാർ സിംഗറിനൊക്കെ പോയിട്ടുണ്ട് ഡാൻസിന്. മറ്റേ കിടിലത്തിലൊക്കെ പോയിട്ടുണ്ട് അപ്പൂപ്പൻ. കിടിലും വാങ്ങി വന്നിട്ടുണ്ട്. അല്ലേ അപ്പൂപ്പനെ ഇനി ഒരു പ്രാവശ്യം പിടിച്ചല്ലേ, ഇനി ഞാൻ അപ്പൂപ്പനെ പിടിക്കും ഗൈസ്. നമ്മളവിടെ കണ്ടത് വെപ്പൻ കീയാണ്. മഹേഷ് മതിരാജ്യം ഇനി ഉണരുക. അപ്പൂപ്പനേക്കാൾ മുമ്പ് താഴെ നമുക്ക് എത്തണം. മഹേമതിരാജൻ നീരാൾ വാറട്ടെ. നമ്മളിന്ന് അപ്പൂപ്പന് നമ്മൾ ബാഹുബലിയാണെന്ന് തെളിയിച്ചിരിക്കും. ഇനി നമുക്ക് പേടിയില്ല. ഒളിച്ചൊളിച്ചോ അറുത്തറുത്തോ നേർക്ക് നേർ കൺമുമ്പിൽ. വാടാ മൊട്ടേ. മൊട്ട സ്റ്റെപ്പ് കയറി വരുന്നു, അടിക്കുന്നു, വീയുന്നു, മൊട്ട ചാകുന്നു. മൊട്ടയെ ചാവിങ്ങ. മൊട്ടയുടെ കയ്യിലുള്ള ചാവി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് വിഷയമാണ്. നമ്മുടെ സെക്യൂരിറ്റി പ്ലേസ് ആണ്.
ഇവിടെ നമുക്ക് കീ ആണ് ആവശ്യം. ഇങ്ങോട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബോട്ട് സ്റ്റിയറിങ് ആവശ്യമില്ല. ഇവിടെ അപ്പൂപ്പൻ്റെ സ്ഥലം നൊസ്പെരാറ്റു നിൽക്കുന്ന സ്ഥലമുണ്ട്. 5-6 സാധനങ്ങളുണ്ട്. ഏറ്റി സേഫ് കീ. നല്ല നല്ല കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ നടക്കാൻ പോണ നമുക്ക് കഷ്ടമായിരിക്കും. ഇപ്പോൾ നടക്കുന്നത് നല്ല, പിന്നെ നടക്കുമ്പോൾ ദോഷം. എന്തൊക്കെയാ കാര്യങ്ങൾ? എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കട്ടെ. എൻ്റെ കരണ്ട് പോയി. ഇവിടെ കരണ്ട് പോയെന്നും പറ. എന്തൊക്കെ നമ്മളിപ്പോൾ മേളിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് സുഹൃത്തുക്കളെ. നമ്മളിപ്പോൾ എന്തിനാ മേളിലോട്ട് വന്നേ? പേടിപ്പിക്കാനോട്ട് എന്നെ കൊണ്ടൊന്നും പറയിക്കണ്ട ഗ്രാൻഡ്പാ. ആദ്യമായിട്ട് നമ്മൾ 3rd ഡേയിലേക്ക് പോകണം, അല്ലെങ്കിൽ 2nd ഡേയിലൊക്കെ കംപ്ലീറ്റ് ആക്കണം പുള്ളിക്കാരനാണ് ഞാൻ. ഗ്രാൻഡ് ബാഗ് നമ്മൾ കളിച്ച് ഗ്രാൻഡ് ബാഗിൻ്റെ കൂടെ കളിച്ച് നമ്മൾ ഗ്രാൻഡ് ബാഗ് ഇല്ലാടിയെന്നാണ് തോന്നുന്നത്. ഞാൻ ഇതും തപ്പിയാണ് കോയിസ് ഇങ്ങോട്ട് വന്നത്. ഗ്രാൻഡ് പേ മുട്ടയെ ഞാനെന്ന് എത്ര പ്രാവശ്യം പിടിച്ചത്. അതെങ്ങനെ ഉണ്ടായിരുന്നു ലോങ് ഷോട്ട്? അപ്പൂപ്പൻ എന്നെ കുറേ ദ്രോഹിച്ചു. അതിനുള്ള അപ്പൂപ്പൻ എൻ്റെ തന്നെ കിട്ടി എന്ന് പറഞ്ഞല്ല. എൻ്റെ പൊന്നെ, ഞാൻ എന്തോരം നേരമായി അപ്പൂപ്പൻ എന്നെ പിടിക്കാൻ തുടങ്ങിയിട്ട്. സത്യം പറഞ്ഞ അപ്പൂപ്പനെ ഇതൊന്നും അല്ല ചെയ്യണ്ടേ. ഇങ്ങനെ തലയെടുത്ത് മുക്കി കൊല്ലണം നമുക്ക് അപ്പൂപ്പനെ. എവിടെ അപ്പൂപ്പ? വരിമുടക്കി നമ്മളതിന് ഇങ്ങോട്ട് പോണേ. ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഞാൻ തന്നുകൊണ്ടിരിക്കും. കാര്യം ആവശ്യമുള്ള കാര്യമൊന്നും നമുക്ക് തരത്തേ ഇല്ല. എന്ത് തേങ്ങയാടേ. ഈ തോക്കൊണ്ട് നമുക്ക് തേങ്ങ കളിപ്പിക്കാം ഗ്രാൻഡ്പേനെ. ചിക്കൻ റിസ്പോണായി. നമുക്ക് തൽക്കാലം അപ്പൂപ്പൻ്റെ ഫോട്ടോ വെക്കാം. എന്താണ് എന്ത് പണിയാടെ അവന്മാരൊക്കെ കാണിക്കണേ. സത്യം പറ തലക്ക് പെഴുത്തിരണ്ടടാ. എടാ അപ്പൂപ്പനെ ഞാൻ തേങ്കളപ്പിക്കും കൈസ്. ഒന്നും കറക്റ്റായിട്ടില്ല. അപ്പൂപ്പനോട് വന്നിട്ടുണ്ട് അടിയിലേക്ക് പോട്ടെ. നമുക്ക് അപ്പൂപ്പനെ തേങ്കളിപ്പിക്കണം കൈസ്. അപ്പൂപ്പൻ നമ്മൾ എത്ര പ്രാവശ്യം തേങ്കളിപ്പിച്ചിട്ടുണ്ട്. അപ്പൂപ്പൻ നമ്മളെ കണ്ടു കൂയി. ഇനി നമ്മുടെ ആന്തരാഞ്ചികളായി നമ്മൾ ആ പാടിടും. ആന്തരാഞ്ചികൾ നേരണ്ടേ ആന്തരാഞ്ചികൾ നേരണ്ടേ. അയ്യോ
അയ്യോ തേങ്ങ 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 മാറൂ. അപ്പൊ തേങ്ങ എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടെന്നറിയാം. ഇനി തേങ്ങ കളിക്കണമെങ്കിൽ അടുത്തേക്ക് വന്നാൽ മതി. ഉന്നം കൊണ്ടില്ലെങ്കിൽ ഞാൻ ചത്തുണ്ടാത്. ഞാൻ ഇത്രയും നേരം കഷ്ടപ്പെട്ടതിനുള്ള ബലം തേ കിട്ടി. ഇനി പാഡ്ലോക്കിയും കൂടി കിട്ടി. എടാ നമ്മൾ ജയിച്ചടാ സത്യം പറഞ്ഞ. നമ്മളിപ്പോൾ ജയിക്കും നോക്കിക്കോ. പക്ഷെ അപ്പരും സ്റ്റണ്ട് കാണുന്നത് അപ്പരും ക്ലോബർ അടിയിലിട്ടിട്ട് വന്നേ. അടിയിലേക്ക് പോകുമ്പോ അപ്പൂപ്പം പിടിച്ച എന്ത് ചെയ്യും നമ്മൾ എനിക്ക് നല്ല ഉഞ്ഞായ കൊണ്ടാണ് ഇതൊക്കെ ഇത്രയും സംഭവം. ഇപ്പൊ നമുക്ക് ഇട്ടാൻ പോകുന്നു പാഡ്ലോക്കി. ഞാൻ പ്രൊഡക്റ്റ് ചെയ്തു ഗോയ്സ്. പ്രൊഡക്റ്റ് ചെയ്തു. ആരാണ് സന്തോഷമായി ഗ്രഹിക്കാത്തവർ? ചിലയിടത്ത് വായു, ചിലയിടത്ത് പുക. അടിയിലേക്ക് ഇറങ്ങാം. സത്യം പറയുന്നത് എത്ര അപ്പൂപ്പൻ ഇപ്പൊ ആരിങ്ങോട്ട് വിളിച്ച്? പക മൊത്തം തീർത്ത് ഗൈസ്. എൻ്റെ പക ഇതോടെ തീർന്നു. അത് ഞാൻ വരൻ്റെ ഇടയ്ക്ക് മറന്നു. ഗൈസ് നമ്മൾ എസ്കേപ്പ് ചെയ്യുകയാണ്. കളിക്കണ സമയം കണ്ടേ? ഇത് സൺഡേ ആണ്. സൺഡേ രാത്രി 11:22 ഞാൻ കളിക്കണത്. ഞാൻ എന്തിനാണാവോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്? ഇതെന്തായാലും നാളെ രാവിലേക്ക് ഞാൻ അപ്ലോഡ് ചെയ്യണേ. എന്തായാലും എസ്കേപ്പ് നമ്മൾ ചെയ്യുകയാണ്. ഇതുവരെ കണ്ടിരുന്നവർക്ക് ലൈക്ക്, താങ്ക്സ് ടു വാച്ചിങ്. എല്ലാവരും ലൈക്ക്, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ടാറ്റാ ബൈ ബൈ. അപ്പോൾ നോക്കട്ടെ ഡയൻഡി. നാളെ നമ്മൾ അടുത്ത വീഡിയോ ആയിട്ടായിരിക്കും വരുന്നത്. ശരി.